1920കളുടെ തുടക്കം. ഇറ്റലിയിലെ സാൻ ജോവാനി റോട്ടോണ്ട. പാതിരി പിയോ പതിവ് പോലെ രാത്രി പ്രാർത്ഥനയ്ക്ക് മുമ്പായി മുറിയിൽ ഒറ്റയ്ക്കായി. മതിലുകൾ കനലുകളാകുന്നത് പോലെയുള്ള ചൂടുകളാണ്. നിശബ്ദതയിലേക്ക് താഴ്ന്നു കയറി. പാതിരി പിയോ വിചാരം കൊണ്ട് മുഴുവൻ ദൈവത്തെ തേടുകയാണ്. പെട്ടെന്നൊരു വെട്ടം വന്നു. പള്ളിക്ക് പുറത്ത് തണുത്തൊരു കാറ്റ് വീശുന്നു. കത്തിയ കറുത്ത പുകമേഘം മതിലുകൾക്കുള്ളിൽ കടന്നു തുടങ്ങുന്നു. പെട്ടെന്ന് പാതിരി പിയോ പുറത്തിറങ്ങുന്നു. ചുറ്റും നോക്കുന്നു. ആരും തന്നെ കാണാനില്ല. അങ്ങനെ മുറിയിലേക്ക് വരികയാണ്. മുറിയിൽ വന്നപ്പോൾ ഒരാളുണ്ട്. അത് മനുഷ്യനല്ല എന്നൊരു ഫീൽ പാതിരി പിയോയ്ക്ക് ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് പാതിരി പിയോ തിരിഞ്ഞു നോക്കുമ്പോൾ കാളയുടെ മുഖവും കറുത്ത കണ്ണുകളും വലിയ ചിറകുകളും. അത് പാതിരി പിയോയുടെ അരികിലേക്ക് അടുക്കുന്നു. അതിൻ്റെ ശബ്ദം കേട്ടാൽ ആകാശത്തെ കീറിമുറിക്കുന്നത് പോലെയാണ്. നിനക്ക് വിശ്വാസമുണ്ടോ എനിക്കെതിരെ നിൽക്കാൻ? പാതിരി പിയോയുടെ ഹൃദയം പെട്ടെന്ന് പേടിയാൽ വിറയ്ക്കാൻ തുടങ്ങി. വായിൽ നിന്ന് വരുന്നത് ഒറ്റ വാക്ക് മാത്രം: ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്യൂരിഫൈഡ് ഐ കമാൻഡ് യു. പെട്ടെന്ന് പാതിരി പിയോയുടെ മുറിയുടെ മറുഭാഗത്ത് തൂങ്ങിയിരിക്കുന്ന ചെറിയ കുരിശിൽ നിന്നും അതിശക്തമായ ഒരു വെളിച്ചം പൊട്ടിപ്പുറപ്പെട്ടു. ആ വെളിച്ചം അക്ഷരാർത്ഥത്തിൽ ആ ഭയാനകമായ ശക്തിയെ നിശേഷം അവിടുന്ന് മായ്ച്ചു കളയുകയാണ്. പുകപടലങ്ങളായി അത് മാറുന്നു. ആ ശബ്ദം നിലയ്ക്കുന്നു. മൂകതയിലേക്ക് വീണ്ടും ആ മുറി മാറുകയാണ്. അതിനുശേഷം പാതിരി പിയോയുടെ കൈകളിൽ വേദന തുടങ്ങുന്നു. അവൻ ആ പ്രഭയിലൂടെ കടന്ന തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ക്രൂശിതനായ യേശുവിൻ്റെ വേദന തൻ്റെ ജീവിതത്തിലും പാതിരി പിയോ അനുഭവിക്കുകയാണ്. അവൻ്റെ ജീവിതം ഇനി ദൈവത്തിൻ്റെ സ്വന്തം സന്ദേശമാകുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി, വിശ്വാസത്തിൻ്റെ അതിരുകൾ. ഒരാളുടെ ആത്മാവ് നരകത്തോട് നേർക്കുനേർ നോക്കി നിൽക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കയ്യിലെ ആണിപ്പഴുതുകൾ തറയ്ക്കപ്പെടുന്ന അനുഭവം തൻ്റെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളെയും തകർത്തെറിയാൻ അവിടുന്ന് ശക്തി ലഭിക്കുന്നു. പൈശാചികമായ ഒരു ഇടപെടലുകളും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മുമ്പിൽ സാധ്യമാവുകയില്ല. ദൈവം അതിനെയെല്ലാം നിശേഷം തച്ചുടച്ച് മാറ്റുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളൊരു അത്ഭുതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാതിരി പിയോയെ പോലെ ഈശോയെ മുറുകെ പിടിക്കുക. എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളും ഈ നിമിഷം നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ പാതിരി പിയോയുടെ കൈകളിൽ കൊടുത്ത ആ വേദന പോലെ നിൻ്റെ ജീവിതത്തിലും അത്ഭുതം തരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആമേൻ എന്ന് കമൻറ്റ് ചെയ്യൂ.